ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു സ്ലീവ് തയ്ച്ചെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള സ്ലീവാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത്. തറ്റം വന്നിട്ട് അവസാനം നമ്മളൊരു എലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുള്ള സ്ലീവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സർക്കിൾ കിട്ടാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റ് വെച്ച് വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേറൊരു സർക്കിളൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. സർക്കിളല്ല, ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനത്തെ 2 പീസ് വേണം. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഒരു നോട്ട് ഇട്ട് കൊടുക്കണം സെൻറ്ററിൽ. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് നല്ല ക്ലോത്തിൽ വെച്ചിട്ട് കൊടുക്കണം. വെച്ച് അയൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലുള്ള ഫസ്റ്റത്തെ സർക്കിളാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സർക്കിൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ സർക്കിളിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ തുണി വേണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് മടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ആ പോർഷൻ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. കാരണം ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സർക്കിളിൻ്റെ ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം അല്ലാത്ത വശം, അതായത് നല്ല വശം താഴെ വരുന്ന രീതിയിൽ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശത്തല്ല, റോങ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റത്തെ സർക്കിൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് വിട്ടും കൊണ്ടൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ ചെറിയ കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോഴാണ് നല്ല വശത്തേക്ക് വരേണ്ടത്. അപ്പോൾ മറിച്ചെടുത്ത് എടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പീസ് എടുക്കാം. അത് നിങ്ങൾക്ക് കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കാം, ലിനൻ്റെ മെറ്റീരിയൽ എടുക്കാം, നെറ്റ് എടുക്കാം, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം. ഷിഫോണും അങ്ങനത്തെ ടൈപ്പ് ജോർജറ്റൊന്നും എടുക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും കോട്ടൺ, ലിനൻ അങ്ങനത്തെയൊക്കെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലൂടെയുള്ള ആ സർക്കിളിലൂടെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുകളിലേക്ക് ആ കറക്റ്റ് സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടാതെ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്ലീവ് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഈ പീസ് വന്നിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല സ്റ്റിച്ചാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് സ്റ്റിച്ച് കാണും. ഹെമ്മിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാത്ത രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ സ്ലീവിൽ കൊടുത്തിട്ടുള്ള അതേ മെറ്റീരിയൽ തന്നെ ഒരു 3x3 അളവിൽ 3 ഇഞ്ച് അളവിൽ സ്ക്വയർ പീസ് വേണം. എന്നിട്ട് നമ്മളതിനെ ഒന്ന് 3 ആക്കി മടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. അതുപോലെ എല്ലാം മടക്കിയെടുക്കുക. എനിക്ക് ഒരു സ്ലീവിലേക്ക് 8 എണ്ണമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്യാൻവാസ് പേപ്പറിൽ ഒരു പോർഷൻ നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആ പോയിൻ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വെറുതെ ഒരു നോട്ടിട്ട് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഭംഗിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു സർക്കിൾ പോലെ കൊടുക്കുന്നുണ്ട്. ഒരു 6 ബീഡ്സ് കൂടെ പിന്നെ വേണ്ടി വന്നു. അപ്പോൾ ഒന്നിന് വേണ്ടിയിട്ട് മാത്രം 7 ബീഡ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പായിട്ടത് വരും. അപ്പം നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സെക്യൂറായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും കൂടി ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ അവസാന ഭാഗം, അതായത് താഴ്ഭാഗത്ത് എങ്ങനെയാണ് എലാസ്റ്റിക് കൊടുക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ. രണ്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും കൂടി നോക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് താഴത്തെ വണ്ണം വന്നിട്ട് 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 6.5 എടുത്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റ്, അതായത് നല്ല വശമല്ലാത്ത ചീത്ത വശത്ത് തറ്റത്ത്, അതായത് സ്ലീവിൻ്റെ തറ്റത്ത് അവസാന ഭാഗം നമുക്ക് ഈ എലാസ്റ്റിക് ഒന്ന് വലിച്ചടിച്ചു കൊടുക്കുക. വലിച്ചടിച്ചതിന് ശേഷം
നമുക്കതിന് ആദ്യം ഒരു മടക്ക് കൊടുക്കുക, പിന്നെ ഒരു മടക്ക് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടി അടിക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ എത്രയാണോ അളവ് വെച്ചാൽ ആ അളവ് അനുസരിച്ചിട്ട് സൈഡൊന്ന് ചേർത്തടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.